മായാജാലങ്ങളെ കൊണ്ട് ആളുകളെ മയക്കിയിരുന്ന കാലത്ത് മുഅ്ജിസത്തിന്റെ വഴിയുമായി എത്തിയ ഒരു പ്രവാചകന്റെ കഥ. ദ സ്റ്റോറി ഓഫ് മൂസ അലൈഹിസ്സലാം. സ്വേച്ഛാധിപതിയായ ഫിർഔന്റെ കയ്യിൽ നിന്നും ഈജിപ്തിനെ രക്ഷപ്പെടുത്തിയ മൂസ അലൈഹിസ്സലാം ഒടുവിൽ എത്തിച്ചേർന്നത് വിശാലമായ ഒരു കടൽ തീരത്തായിരുന്നു. മുന്നിൽ ആർത്തിരമ്പുന്ന ചെങ്കടലാണെങ്കിൽ പിന്നിൽ പ്രതികാരദാഹികളായ ഫിർഔനും സംഘവും. ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥ. എന്തു ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ മൂസ നബിയിലേക്ക് നോക്കി. ജ്വാലവിദ്യകളാൽ പേരുകേട്ട ആ സമൂഹത്തെ ഒന്നടങ്കം കാഴ്ചക്കാരാക്കിക്കൊണ്ട് മൂസ നബിയിലൂടെ പടച്ചോൻ ആ ദൃശ്യവിസ്മയം പുറത്തിറക്കി. മൂസ നബി മറിച്ചൊന്നും ചിന്തിച്ചില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ചെങ്കടലിൽ ആനടിച്ചു. ജനങ്ങൾ നോക്കി നിൽക്കെ ചെങ്കടൽ രണ്ടായി പിളർന്നു. രണ്ടു വശങ്ങളിലും ഉയർന്നിരിക്കുന്ന തിരമാലകൾക്ക് നടുവിൽ വിശാലമായ ഒരു വഴിയും രൂപപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അതെന്ന് മനസ്സിലാക്കി ബനു ഇസ്രായേലും ചെങ്കടൽ കടന്നു രക്ഷപ്പെടുന്നു. ഒടുവിൽ ഫിറൗൻ ആവട്ടെ ജീവിതം മുഴുവൻ ജ്വാലവിദ്യകൾ കണ്ട് രസിക്കുകയും അവസാനം പടച്ചോൻ തീർത്ത ഈ ചെറിയ വിസ്മയത്തിൽ ഇല്ലാതാവുകയും ചെയ്തു.